പഴക്കമുണ്ട്. ജനിച്ചു വളർന്ന നാടും ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിച്ചിരുന്ന ഉറ്റവരെയും പറിച്ചെറിഞ്ഞു അലകടലുകൾക്കക്കരെ മരുഭൂമിയിലെ ഊഷരാരണ്യത്തിലൂടെ അവൻ കണ്ട സ്വപ്നം തേടി അലഞ്ഞു. അവന്റെ പ്രാർത്ഥനകൾ പായായില്ല. ശരീരം മരവിപ്പിക്കുന്ന ശീതക്കാറ്റിനെയും പ്രതിരോധിച്ച് മരുഭൂമിയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിച്ച് അവൻ പ്രതീക്ഷയുടെ കൊട്ടാരങ്ങൾ പടുത്തുയർത്താൻ തുടങ്ങി. ഇന്ന് നമുക്ക് ചുറ്റും നാം ഈ കാണുന്നതെല്ലാം ഗൾഫ് പ്രവാസിയുടെ കഠിനാധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും സ്മാരകങ്ങളാണ്. ആ മരുക്കാറ്റിൽ ഇടറി വീണവരുണ്ട്, തളരാതെ പിടിച്ചു നിന്നവരുണ്ട്. എന്നാൽ ഇന്ന് ചിത്രം പാടെ മാറിയിരിക്കുന്നു. ഗൾഫ് പ്രവാസം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. സ്വദേശിവൽക്കരണവും ആഗോളവൽക്കരണത്തിന്റെ ഫലമായുണ്ടായ സാമ്പത്തിക മാന്ദ്യവും കാരണം ഗൾഫ് പ്രവാസികൾ നാട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്. നാടിന്റെയും കുടുംബത്തിന്റെയും കൈപ്പിടിച്ചുയർത്തിയ ഉന്നത ജീവിത നിലവാരത്തിലേക്ക് എത്തിച്ച ഗൾഫുകാരൻ മടങ്ങിയെത്തുമ്പോൾ നാം അവർക്ക് അർഹമായ പരിഗണന നൽകിയോ അതോ മുഖം തിരിച്ചകറ്റുകയാണോ? ഇതാ ഈ എളിയ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കൂ. യങ് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചന്തപ്പടി അവതരിപ്പിക്കുന്നു ഗൾഫുകാരന്റെ തിരിച്ചുവരവ് അഥവാ പാപി ചെല്ലുന്നിടം പാതാളം. പിന്നെ എടുക്കണം, ആരോ വന്നിട്ടുണ്ട്. ഷാജാനം കുത്തിരിക്ക്. ഷാജാനെ എത്രയും വേഗം പെരപ്പണി തീർക്കണം. 2 മാസം കഴിഞ്ഞാ നോമ്പാണ്. അതിന് മുന്നേ നമുക്ക് കുടിയിരിക്കണം. ഹലോക്കിന്റെ ഒരു കുടിയിരിക്കൽ, ഇമ്മാനൊരു കുടിയിരിക്കൽ നീ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അച്ഛനും കുടിയിരിക്കലാവണം. സംഭവം ജോറാകണം. നിങ്ങളെ കൊട്ടാരത്തിന്റെ പണി തീർക്കാൻ പോതില്ലാഞ്ഞിട്ടല്ലോ, പണിക്കാരെ കിട്ടി പോരണ്ട നബീസോ. ഇപ്പൊ ഈ ബംഗാളികളും മലയാളീസിന്റെ മാതിരിയാണ് ഓരോ കാരണം പറഞ്ഞാണ്ട് ലീവ് എടുക്കല്ലേ. ആ നോക്കട്ടെ. ഈ ചതൊന്നും കേക്കണ്ട. ഏത് കൽക്കെട്ടി നാളെ കൊടുത്താലും വേണ്ടില്ല. പണി 2 മാസത്തിനുള്ളിൽ തീരണം. പൈസന്റെ കാര്യത്തിൽ പഠിച്ചിണ്ടാതെ അത് എത്ര വേണ്ടിച്ച ചക്കച്ചോളമാതിരി അതൊക്കെ അയച്ചുതരും. അതാ പിന്നെ സമാധാനം. സുഭാഷ ആ പ്ലാൻ എടുക്ക്. ഇതാണ് നിങ്ങളെ മുറ്റത്തുള്ള സ്വിമ്മിംഗ് പൂളിന്റെ പ്ലാന്. ഒരു 10-25 ആൾക്കാർക്ക് നീന്തി കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഷോജാന് 25 വേണ്ടട്ടോ, അത് 50 ആൾക്കായിക്കോട്ടെ. പിന്നെ മിറ്റ് മുഴുവനും ഇന്റർലോക്ക് വയ്ക്കണം. ഒരു തുള്ളി മഴവെള്ളം മുറ്റത്തുണ്ടാവരുത്. അതുമാതിരി ഒരു 4 വണ്ടിക്ക് നിർത്താല് കാർപോർച്ചേൻ ആയിക്കോട്ടെ. സുഭാഷ താത്ത പറയണൊക്കെ ഒന്ന് നോട്ടി കിട്ടോ. എന്നാ ഞങ്ങളായിട്ട് ഇറങ്ങാണ്. അഡ്വാൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോ നിക്കട്ടോ പോരാ. നോക്ക്, ഇതൊരു 10 ലക്ഷം ഉണ്ട്. ബാക്കി നാളെ എത്തിയൊക്കെ കൊയലേറ്റായിട്ട് അയക്കും. പാടി സ്പീഡ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ നബീസോ, എന്നാ ഞങ്ങൾ ഇറങ്ങി. ഇയാൾക്ക് വിളിക്കാൻ വേണ്ട നേരം വാനമ്പാടി സീരിയൽ ഇപ്പൊ തീരും. സുമേഷ് സുജാതനെ കല്യാണം കഴിക്കോ അല്ലെങ്കിൽ ആ പൈസക്കാരത്തി പെണ്ണ് വരിജനത്തിനെ കല്യാണം കഴിക്കോ ആർക്കറിയാം. വലിയ അടങ്ങാറ്. ഇന്നത്തെ നിങ്ങളെ മണിക്കൂറിന് വിളിച്ചിട്ടത് നീ പറഞ്ഞ് നെറ്റിന് പൈസ കൊടുത്തത് തീർത്തോളി. വേറെപ്പണി ഇവിടെ കടക്കാണ്. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. ആ കോൺട്രാക്ടർ സാധാരണ ഇപ്പൊ വന്ന് പോയിട്ടുള്ളൂ. സ്വിമ്മിംഗ് പൂളും നടുമുറ്റവും ഇന്റർലോക്കിനൊക്കെ കായ് പള്ളർച്ചു വേണ്ട കേട്ടോ. നിങ്ങളെ പുട്ടൊന്നും നടക്കൂല കേട്ടോ. ഒരു കാര്യം പാടത്തായിരുന്നു. ഓ
മിസ്റ്റേക്കും എന്റെ ഭാഗത്തുനിന്നില്ല. എനിക്ക് പൊട്ടത്തിനും കാട്ടാത്ത ഒരു ഈസയിലുണ്ടായല്ലോ. ആയിക്കോട്ടെ, എനിക്ക് പാടത്ത് പണി. മാംസം പേൽച്ചക്കോയി കുക്കുമ്പോ പോയതാ പാടത്തേക്ക്. നമ്മളെ താഴെ കണ്ടത്തിലൊരു തുള്ളി വെള്ളലാണ്. എന്നിട്ട് മേലെ കണ്ടത്തുനിന്ന് താഴെ കണ്ടത്തേക്ക് ഇങ്ങനെ തേകന്നെ പൊട്ടം മുന്നേപ്പോ താഴെ കണ്ടത്തിൽ വെള്ളമില്ലെങ്കിൽ മേലെ കണ്ടത്തുനിന്ന് ഒരു ചാലവട്ട് കീറി കൊടുത്താ പോരെ. ആർക്കും എന്റെ ആൾക്കാര് മിസ്റ്റേക്ക് കുഞ്ഞാ പോന്ന് എടുക്കാൻ. Nimda Zingenim Simba Repose. Raha kiliki pupi filifi jubla. Roiki no mo chao damba bugo kiliki. നിക്കടാ ഹംക്കെ വഴിന്ന്. ഹൈ മണത്തിട്ട് വെച്ച ആരമ്മ അത് വേണോ? പുതിയ മോഡൽ ലാൻഡ് ക്രൂസറേ ഞാൻ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. 1 lakh അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 25 lakh അയച്ചു തരാൻ പറയണം. ഡോണ്ട് ഫോർഗെറ്റ്. ആനക്കാര്യം പറയുമ്പോൾ എന്റെ ഒരു ചേരക്കാര്യം. പിന്നെ പിറ്റത്തെ സ്വിമ്മിംഗ് പൂളിന് കുഴിച്ചാൻ തുടങ്ങിയിരിക്കണ്. ഒരു 10 ലക്ഷം അയക്കാൻ മറക്കണ്ട. അല്ല നബീസാത്ത, ഈ സ്വിമ്മിംഗ് പൂള് എന്ന് പറഞ്ഞാലെന്താ വലിയ തേങ്ങാപ്പൂളാ. മിസ്റ്റേക്ക്. സ്വിമ്മിംഗ് പൂൾ മീൻസ് വലിയ കുളം. എന്നാ നല്ല രസായിരിക്കും. ആ കുളം അങ്ങോട്ട് കൂത്തട്ടെ. എന്നിട്ട് വേണം കുറച്ച് പരലിനെയും 4 മുജിനെയും 5 കല്ലേരിനെയും പിടിച്ച് ആ കുളത്തിലിടാന്. ഞമ്മക്ക് വളർത്താലോ. എന്തേ ഓ വല്ലാത്ത ജാതി. എനിക്ക് മിസ്റ്റേക്ക് എന്ന് പേരിട്ടോണ്ട് ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കണം. അല്ല, നിങ്ങളിപ്പോ എന്താ വരുന്നത്? നമുക്ക് അലാക്കിന്റെ ഒരു കുടിക്കലിനെ നടത്തണം. ഇനിയിപ്പോ ഇവിടെ വന്നിട്ടില്ലേലും വേണ്ടില്ല. 20 ലക്ഷം കിட்ட അയച്ചളി. അല്ല അന്റെ കഴിഞ്ഞോ? കഴിഞ്ഞു. നിങ്ങൾ പറയും. അല്ല പിന്നെ കഴിഞ്ഞിട്ടില്ല. ചെറിയ ഐഫോണും കൂടി വേണം. എന്റെ പഴയ ഫോണിട്ടല്ലോ, അത് പാടത്തേക്ക് ചാടി താവണ അങ്ങോട്ട് മുണങ്ങി. നബീസോ എന്നാ കേട്ടോ, സൗദി അറേബ്യത്തെ കമ്പനി എന്നെ പിരിച്ചു വിട്ടു. ഞാൻ നാളെ കോഴിക്കോട് വിമാനം ഇറങ്ങും. ആരെന്നെ കൊണ്ടുപോകാൻ വരുന്നിട്ടാണ്. ഇല്ലല്ല, കാഞ്ഞിട്ടില്ല. ചെറിയ ജീവൻ ബാക്കിയുണ്ട്. വളരെ നീണ്ട 35 വർഷം സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ ജീവിതം ഹോമിച്ച് ഒടുവിൽ ജോലിയെടുത്തിരുന്ന കമ്പനിയിൽ സ്വദേശിവൽക്കരണവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അബ്ദു കോഴിക്കോട് എയർപോർട്ടിൽ വിമാനമിറങ്ങി. ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചാണ് അയാൾ വരുന്നതെന്നറിഞ്ഞപ്പോൾ അയാളുടെ പ്രിയപ്പെട്ട ഭാര്യയായ നഫീസയോ മക്കളായ ഷാനുവോ ജുമൈലയോ അയാളെ സ്വീകരിക്കാനോ കൂട്ടിക്കൊണ്ടുപോവാനോ എയർപോർട്ടിൽ എത്തിയില്ല. അതിലേറെ അയാളെ സങ്കടപ്പെടുത്തിയത് അയാളുടെ സ്നേഹനിധിയായ ജീവന്റെ ജീവനായ ബാപ്പ തന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നില്ലല്ലോ എന്നോർത്തപ്പോഴാണ്.
ഇപ്പാ ഇപ്പാ നബീസോ നബീസ് ഷാനു ഷാൻ എടി ജുമ്മയില്ല കുഞ്ഞാപ്പോ കുഞ്ഞാപ്പു അല്ല അബ്ബാക്കാണല്ലോ എടുത്തു ബാക്കിയില്ല പെട്ടിയാളൊക്കെ. ആ ഇതൊക്കെ തന്നെ ഉള്ളൂ. അവിടുന്ന് പിരിച്ചിട്ടായിരുന്നു ഇങ്ങോട്ട് മണ്ടിമേരി ചെയ്യാം. ഒരു പണി പോയാ വേറെ പണി നോക്കണ്ടേ? ഇനി എങ്ങനെ പേപ്പണി തീർക്കുക? എവിടെ നിർത്തിട്ടാ കുടിൽക്കൽ നടത്തുക? അതൊക്കെ പോട്ടെ, ആ കോൺട്രാക്ടർ സാധാരണ എത്ര ലക്ഷം കൊടുക്കണ്ടോ അറിയോ? എത്ര നേരം ഞാൻ ആ എയർപോർട്ടിൽ കാത്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ വന്നപ്പോ ഒരു ബസ് വിളിച്ചല്ലേ വന്നിരുന്നേ. ഇന്നാണെങ്കിൽ ഒടുക്കത്തൊരു ഹർത്താലും. അല്ല ജുമയില എവിടെ? ഓളപ്പുറത്ത് ഫോണിൽ ആരോടോ അല്ല ഓളപ്പുറത്ത് ഇരുന്ന് പഠിച്ചാണ്. ഓൾക്ക് അടുത്ത ആഴ്ച പരീക്ഷയാണ്. പിന്നെ ഓള് പറഞ്ഞിക്കണേ ഓള് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാ ഓളേതോ ബോയ് ഫ്രണ്ട് ഉണ്ട് അത്ര, ഓന്റെ പോകുന്നു. അല്ല എവിടെപ്പാ? ആ മേലാറ്റങ്ങാടിയിൽ എവിടെയും ഉണ്ടാവും. അതൊക്കെ ഒരു മാസമായിപ്പോ അവിടുന്ന് പോയിട്ട്. എങ്ങട്ട്? ഈ വയസ്സന്മാരൊക്കെ കൊണ്ടുപോയി പാർപ്പിക്കണ സ്ഥലല്ലേ, എന്താപ്പ അതിന്റെ പേര്? എവിടെ? വൃദ്ധസദനത്തിലോ? അതന്നെ വെറുതെ സാധനം. അല്ല എത്രയും എത്തിട്ടാ നോക്ക. ചായയും ചോറും കോയമ്പും കൊടുത്ത് മതി. അവിടെ ആവുമ്പോ ഉപ്പാനും പ്രായത്തിലുള്ള വേറെയും കുറെ ആൾക്കാരുണ്ട്. ഓർക്ക് ഓരോന്ന് ഉണ്ണി വർത്താനം പറഞ്ഞിരിക്കാലോ. ഞങ്ങൾക്ക് കൂടിന്റെ പനി. അസ്സലാമലൈക്കും യാ ഹബീബി. വാലേക്കും സലാം. ആരിത് സലീമോ? ചങ്ങായി ഞാൻ വിചാരിച്ചു മറന്നു. വാ 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 വാ. അല്ല അതോ ഇനിയിപ്പോ എന്താ പ്ലാൻ? ഒരു പുടുത്തോല്ല സലീമേ. അവിടെ കമ്പനിയിലെ 35 കൊല്ലം ടീ ബോയ് ആയിട്ട് പണിയെടുത്ത വകയില് സർവീസ് മണി ആയിട്ട് ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട് കയ്യില്. വേറെ എന്റെ അടുത്ത് ഒരു 5 പൈസ അല്ല. അതിന് ശരിമേ കോൺട്രാക്ടർ സാധാരണ 30 ലക്ഷം റുപ്യ കൊടുക്കാണ്ട്. അതോ അനക്കിപ്പൊ മനസ്സിലായില്ലേ അന്റെ നബീസിന്റെ കാട്ടിക്കൂട്ടില്? ഇജ്ജ് അവിടെ ചോര നീരാക്കി നയിച്ച പൈസയും അതിന്റെ പുറമെ കടം വാങ്ങിയതും ഒക്കെ കൂട്ടി നബീസ് കൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്നു. അല്ല ഇജ്ജ് എന്റെ കൊട്ടാരം കണ്ടോ ചെങ്ങായി? ഇജ്ജ് ഇനി എങ്ങനെ അത് മുഴുവനാക്കുക? എനിക്കൊരു പുടുത്തോല സലീമേ. സാരല്ല, ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. 1 കോടിയാണ് അതിന്റെ മുകളിൽ. 8-9 ആൾ കൂടി 90 ലക്ഷത്തോളം ആയിരുന്നു. ഇനി കുറച്ചുകൂടെ കിട്ടും. ഇജ്ജ് എന്റെ കയ്യിലുള്ള പൈസ ഒന്ന് കാട്ട്. അല്ല സലീമേ, ഈ അവസ്ഥയിൽ പിന്നെ കൊണ്ടൊരു ബിസിനസ് ഒക്കെ നടത്താൻ കഴിയും? ഇജ്ജ് എന്തിനാ തൂക്ക് മേടിക്കണേ? ഞാനല്ല എന്റെ ഒപ്പം. ഞാൻ മാസം ഒരു 10-20,000 റുപ്യ എന്റെ കൊണ്ടുവരും. എനിക്കറിയാലോ സലീമേ, എന്റെ അടുത്ത് ലാകല്ല സമ്പാദ്യം. ഇപ്പൊ ഞാൻ വട്ട പൂജ്യാണ്. അല്ല ഇതാര് മിസ്റ്റേക്ക് കുഞ്ഞാപ്പോ? മീസ്റ്റേക്ക് എന്റെ അമ്മായിയാണ്. ഈ ബാലാല് ഒരു മാറ്റമല്ലല്ലോ. ആള് പൊട്ടനാണെങ്കിലും ചായക്കല്ല ഉഷാറാക്കിയിട്ടുണ്ട്. ചായ കുടിച്ചില്ല സലീമേ? കുടിച്ചു. അല്ല കുഞ്ഞപ്പോ, പന കൊണ്ടായേക്ക വൃദ്ധസദനം എവിടെയെന്ന് എനിക്കറിയോ? എനിക്കറിയാത്തൊക്കെ അത് നമ്മളെ പാണ്ടിക്കാട് അപ്പുറത്തെ. നിങ്ങളെ ഡ്രസ് മാറ്റി റെഡി ചെയ്യും, നമ്മക്ക് ഇപ്പൊ തന്നെ പോയി പാനോട് കൊണ്ടാ.
കുടുംബത്തിലാക്കിയത് അള്ളാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാലോ, എന്റെ ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചപ്പോ എന്റെ ഉമ്മയും പെക്ക് നിങ്ങളെ ഇരുന്നില്ല. അത് സാരില്ലടാ, എനിക്ക് അവിടെ നല്ല സുഖേന്നു. എനിക്കറിയില്ലേ, അവിടുന്ന് മരിക്കണോനൊക്കെ നേരിട്ട് സ്വർഗത്തിക്കാക്കാരം. പെരയില് മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ അധികപ്പറ്റാവുമ്പോ അവിടെ കൊണ്ടുപോയി ആക്കും. പൂച്ചനെ കൊണ്ട് ശല്യമാകുമ്പോ ചാക്കിലാക്കി നമ്മൾ കയറത്തൂര്. അതുമാതിരി ഞാൻ നിങ്ങൾ സർക്കാർ സ്വീകരിക്കാൻ വന്നതല്ല. 3 ലക്ഷം അത് എനിക്ക് ഇപ്പൊ കിട്ടണം. ഈ ചെങ്ങായി ഗൾഫിൽ നിന്ന് കുറ്റവാളെടുത്ത് വരുന്ന 35 കൊല്ലി ഗൾഫിൽ പോയി തേരാടിയിട്ട് ആകെ ഉണ്ടാക്കിയത് 15 സെന്റ് സ്ഥലവും പണി തീരാത്ത 5000 സ്ക്വയർ ഫീറ്റ് പേരയാ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഒരാഴ്ച സമയാത് അതിന്റെ ഉള്ളിൽ ഇന്റെ മുഴുവൻ പൈസ എനിക്ക് കിട്ടുക. അല്ലെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം. അപ്പൊ സാധാരണ എനിക്ക് വേറെ സ്വഭാവം. നമ്മളെപ്പാന്റെ വലിയ ചങ്ങായി സലീമില്ലേ, ഓനെ 1 കോടി ഉറുപ്പിക കൊണ്ട് പോങ്ങി. നമ്മളെപ്പാന്റെ 10 ലക്ഷം സ്വാഹ. ഇമ്മ നാട്ടിലാകെ പാട്ടാണ്. സകല വാട്സപ്പ് കൂടിയും ഫേസ്ബുക്ക് കൂടിയും വൈറലല്ലേ. വാട്ട് ഹാപ്പൻ ഡാഡ്? എന്താ പ്രശ്നം? ആകെ അപ്സെറ്റ് ആണല്ലോ. ഷാനോ, എന്തേലും ഒരു പണി കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ അടുത്തൊന്നും സൗദി അറേബ്യക്ക് പോകാൻ പറ്റുമോ തോന്നണില്ല. അവിടെ ആണെങ്കിൽ മലയാളീസിനൊക്കെ പിരിച്ചുകൂടാണ്. അല്ല, അനക്ക് കുറെ ചെങ്ങന്മാരുള്ളായിരുന്നു. ഓല കെയർ ഓഫില് ഏതെങ്കിലും ഒരു തുണിസാപ്പിലോ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി. ഒരു സെക്യൂരിറ്റി പണി കിട്ടിയാലും മതിയടാ. മൈ ഗോഡ്, എന്നിട്ട് വേണം എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള എന്റെ വെയിറ്റ് പോവാൻ. ഇപ്പൊ ഒരു ജോലി ഉണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. നിങ്ങൾ നാളെ നമ്മളെ കോളേജിന്റെ അടുത്തേക്ക് വരും. ഒരാൾ ഒരു ചെറിയ പൊതികളെ കയ്യിൽ തരും. അത് ഓല് പറഞ്ഞ അഡ്രസ്സിൽ കോളേജ് കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി. 10,000 റുപ്യകളൊക്കെ കൈ കിട്ടും നമ്മളെ കൂലിയായിട്ട്. എന്താ നോക്കിയല്ലേ? ഓനോട് ചാടിക്കയറണേ. നിങ്ങൾ പൈസ ആക്കാൻ വൈകുമ്പോഴേ ഓനവിടുത്തെ കുടിച്ചെലവൊക്കെ നടത്തിയെന്ന്. واحد ريال انا ما في، لازم انا ابيع فيزا، لازم ابيع فيزا مدير. يا عبد الله ما في خوف ما في خوف، بكره انا يجي في كيرلا، انا موجود فيزا. انت نسيت زي ما اخوك، ان شاء الله انت نسوي الى رجة سعودي، ما في خوف. ആരാ പണക്ക വിളിച്ചത്? ഇപ്പ എന്റെ സൗദിയിലെ കഫീലാണ് വിളിച്ചത്.
മൂപ്പര് നാളെ കേരളത്തിക്ക് വരുന്നുണ്ട് ട്ടോ. അപ്പൊ എനിക്കുള്ള വിസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞത്. അൽഹംദുലില്ലാ. റബ്ബേ, ഇതിന്റെ കുട്ടിന്റെ അത് കണ്ടല്ലോ. അല്ല എവിടെ കുഞ്ഞാപ്പു? ഇവിടെ കൊണ്ട് വൃത്തിയാക്കണ്ടല്ലോ. നോക്കി എന്റെ കഫീര് വരുന്നു. അങ്ങോട്ട് നോക്കി എന്റെ അറബി വരുന്നു. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അറബി. വേഷപ്പകർന്നാട്ടം നിശ്ചയ കുഞ്ഞാപ്പു, ഷാജി ഒളകര, അബ്ദുൾ, അർഷാദ് കടത്തുടി, നബീസു, സുധീർ അന്തിക്കാട്, കോൺട്രാക്ടർ ഷാജഹാൻ, ഷാജഹാൻ മുല്ലശ്ശേരി, സുഹൃത്ത് സലീം, നൌഷാദ് കൊടക്കാട്ടുതൊടി, അബ്ദുവിന്റെ ഉപ്പ മുഹമ്മദ് ജാഷിർ ആൽപ്പറ്റ, ഷാനു, അൻസാർ കളത്തുപടിയൻ, അറബി, ഷാനു മാട്ടാൻ. ശബ്ദമിശ്രണം അമീൻ മെലാറ്റൂർ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ i7 മീഡിയ. സാങ്കേതിക സഹായങ്ങൾ മുസ്തഫ മേക്കാടൻ, ഫസൽ കല്ലൻ, രചനാ സംവിധാനം ഷാജി മെലാറ്റൂർ.